യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വാടോ, കേറി വാ. ഞാന് ഒരു കമ്പനി ഇല്ലാതെ വിഷമിച്ചിരിക്കുവായിരുന്നു. താൻ ഇങ്ങനെ കുടിച്ചും രസിച്ചു ഇരുന്നു. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ലക്ഷണമാണ്. താൻ ഇരിക്കടോ, നമുക്ക് സംസാരിക്കാവുന്നേ. ഒരെണ്ണടുത്ത് അടി. ഞാൻ ഒഴിച്ചു തരാം. ഇനി കാര്യം പറ. പറയാനൊന്നുമില്ലടോ, എല്ലാം തീർന്നു. ഏട്ടനെല്ലാം അറിഞ്ഞ മട്ടാ സേനാപതി. എന്തറിഞ്ഞു? ഇനി അറിയാനൊന്നുമില്ല. 22 കൊല്ലം മുമ്പ് പ്ലാൻ ചെയ്ത ആക്സിഡന്റിന്റെ കാര്യം വരെ ഏട്ടൻ അറിഞ്ഞു. അന്ന് താൻ എന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നത് മുതലാ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായി. ഒരുമാതിരി മറ്റേ വർത്താനം പറയല്ലേ. എടോ, എന്നോട് പറയാതെ താനും ആ പ്രിയയുമായിട്ട് രഹസ്യബന്ധം സൂക്ഷിച്ചിട്ടല്ലോ ഞാൻ വന്നത്. എടോ, അവളെ തന്റെ കയ്യിൽ തന്നെ എത്തിക്കാനായിരുന്നു എന്റെ പ്ലാൻ. അപ്പോഴേക്കും അർജുൻ വന്നെല്ലാം തോലച്ചില്ലേ. ഞാനും താനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് അരുണിമയേട്ടത്തെ ഇല്ലാതാക്കാൻ നോക്കിയത് വരെ ഏട്ടന് മനസ്സിലായി. അന്നത്തെ ശ്രമം പാളിയപ്പോഴേ അയാളെ അങ്ങ് തട്ടിക്കളയേണ്ടതായിരുന്നു. അപ്പൊ തനിക്കായിരുന്നില്ലേ സെന്റിമെന്റ്സ്? ഇനി ആർക്കും പങ്കിട്ട് കൊടുക്കാനില്ലല്ലോ. അതുകൊണ്ട് ജീവൻ എടുക്കണ്ട എന്നല്ലേ താനെന്ന് തീരുമാനിച്ചത്. എടോ, അപ്പോ ആർക്കും ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ലല്ലോ. കഴിഞ്ഞ 22 വർഷം നമ്മളല്ലേ ഏട്ടന്റെ സ്വത്തുക്കൾ മുഴുവൻ അനുഭവിച്ചത്. ഇത്രയും കാലം കഴിഞ്ഞ് ഭാര്യയും മകളും തിരിച്ചു വരുമെന്ന് നമ്മൾ അറിഞ്ഞു. സേനാപതി, നമ്മൾ പറഞ്ഞ ഇതേ കാര്യം ഏട്ടൻ ഇന്ന് എന്നോട് ചോദിച്ചു. സ്വത്തിനായിരുന്നെങ്കിൽ നമുക്കേട്ടനെ എപ്പോ വേണമെങ്കിലും ഇല്ലാതാക്കാമായിരുന്നില്ലെന്ന്. ഏട്ടനെ ഇല്ലാതാക്കുന്നില്ലോ അയാൾക്ക് ആവശ്യം ഏട്ടന്റെ കുടുംബത്തെ ഇല്ലാതാക്കുകയായിരുന്നു, അല്ലേ സേനാപതി? അയാളുടെ മോട്ടീവ് എന്താണെന്ന് അയാൾ നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുമില്ലല്ലോ. ഇല്ല, സേനാപതിക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. മറ്റൊരു കൊട്ടേഷൻ പോലാ തനിക്കിതും. പക്ഷേ എനിക്കതല്ല, എന്റെ ഏട്ടന്റെ കുടുംബമല്ലേ. സേനാപതി, ശരിയാണ്. സ്വന്തം ചോരയെ കൊല്ലുമ്പോ കാരണം അറിഞ്ഞു കൊല്ലണം, ഇല്ലെങ്കിൽ ദൈവകോപം കിട്ടും, ഇല്ലടോ? എന്നാലും സേനാപതി, എന്താ കാര്യമെന്നറിയാതെ? അത് 22 കൊല്ലത്തിന് ശേഷം തനിക്ക് ഇപ്പോഴാണല്ലോ ചോദിക്കാൻ തോന്നിയത്? അന്ന് തന്റെ ചേട്ടനും കുടുംബവും ആ ലോറിക്ക് അടിയിൽപ്പെട്ട് അരഞ്ഞു തീർന്നിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുമായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ താൻ തന്റെ ചേട്ടനെയും ചേട്ടത്തിയൊക്കെ ഒറ്റാൻ തീരുമാനിച്ചത്. എനിക്ക് അവരോട് വൈരാഗ്യമൊന്നും ഇല്ലായിരുന്നു. അത് എനിക്കും ഉണ്ടായിരുന്നില്ല. എടോ, ഞാനും താനും സത്യത്തിൽ ക്രിമിനലുകളാണ്. ആരെ കൊന്നിട്ടായാലും കാശുണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ക്രിമിനലുകൾ.
ക്രിമിനലുകൾക്ക് സെന്റിമെന്റ്സ് പാടില്ലട ശങ്കരെ, അത് ആരായാലും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നമ്മളെ ഈ പണി ഏൽപ്പിച്ചവന് കാശ് ആവശ്യമില്ല. അതിനർത്ഥം അവര് തമ്മിൽ എന്തോ കണക്ക് തീർക്കാനുണ്ടെന്ന, ഏതോ ചതിയുടെ, വഞ്ചനയുടെ, പകയുടെ കണക്കാണത്. അത് അയാള് നമ്മളോട് പറഞ്ഞിട്ടുമില്ല, നമ്മളോട് ചോദിച്ചിട്ടുമില്ല. 22 വർഷങ്ങൾക്ക് മുൻപ് നന്ദഗോപന്റെ കുടുംബം ഇല്ലാതായി എന്ന് മനസ്സിലായപ്പോ കത്തിത്തീർന്ന ആ പകയുടെ ചാരത്തിൽ നിന്നും ഇപ്പോ വീണ്ടും പ്രതികാരത്തിന്റെ മുള പൊട്ടിക്കഴിഞ്ഞു. തന്റെ ഏട്ടന്റെ ഭാര്യയും മകളും തിരിച്ചെത്തിക്കഴിഞ്ഞു എന്നും അധികം വൈകാതെ അവര് ഒന്നിക്കുമെന്നും മനസ്സിലായപ്പോ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, 22 വർഷങ്ങൾക്ക് മുൻപ് ഏറ്റെടുത്ത ജോലി നമ്മൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഇക്കുറി പണിക്കുറ്റം തീർത്ത് അതങ്ങ് ചെയ്യണോന്ന് മാത്രം. താനിപ്പോ അത് മാത്രം ആലോചിച്ചാൽ മതിയടോ. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഇത്രയും കാലം ഞാൻ ഇവനെയാണല്ലോ അൻസാറെ വിശ്വസിച്ച് ജീവിച്ചത്. എന്തിന്റെ കുറവായിരുന്നു അവന്? ചെറുപ്പം മുതലേ അവന് വേണ്ടി കൂടിയല്ലേ ഞാൻ ഈ അധ്വാനിച്ചതും ഈ കണ്ട ബിസിനസ് ഒക്കെ തുടങ്ങി വെച്ചതും. ഒരു സംരംഭം പോലും അവന്റെ ചിന്തയിൽ നിന്നോ ആലോചനയിൽ നിന്നോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഡിഗ്രിക്ക് പഠനം പാതി വഴിയിൽ വെച്ച് നിർത്തിവെച്ചു. ബിസിനസ്സാണ് താല്പര്യമെന്ന് പറഞ്ഞപ്പോൾ മുതൽ അവന് വേണ്ടി മാത്രം കൂടെ നിന്നവനാണ് ഞാൻ. ടെക്സ്റ്റൈൽ ഷോപ്പ്, ഷുഗർ ഫാക്ടറി, കാർ ഷോറൂം, അവൻ പറഞ്ഞ എത്രയോ ബിസിനസ്സുകൾക്ക് ഞാൻ അവസരം ഒരുക്കി കൊടുത്തു. എല്ലാം തൊലച്ചു കളഞ്ഞിട്ടും ഞാൻ അവനോട് എതിർത്ത് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല സാറേ. എന്നിട്ട് അവന്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്ത വന്നു പോയില്ല സാറേ. സ്വയം എന്ത് ചെയ്താലും അത് നഷ്ടത്തിൽ കലാശിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ഞാൻ അവനെ എന്റെ ബിസിനസ്സുകൾ ഏൽപ്പിച്ചത്. എന്റെ ഭാര്യയ്ക്കും മകൾക്കൊപ്പം ഒരു ഭാഗം അവന് ഞാൻ നൽകുമെന്ന് എത്രയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരുടെ മനസ്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നന്ദ പ്രവർത്തിക്കുക. അവരെപ്പോഴും അവരുടെ തകർച്ചയ്ക്ക് കാരണമായി മറ്റൊരാളുടെ വിജയത്തെ പഴിക്കും. നന്ദന്റെ വിജയമാണ് ശങ്കറിന്റെ പരാജയ കാരണമെന്ന് വിചാരിച്ചാൽ എന്തു ചെയ്യാൻ കഴിയും? അങ്ങനെ ചിന്തിക്കുന്നവരെ പെട്ടെന്ന് കുഴിയിൽ ചാടിക്കാൻ മറ്റുള്ളവർക്ക് എളുപ്പമാണ്. നന്ദനെതിരെയാണ് അവന്റെ മനസ്സെന്ന് ബോധ്യമായപ്പോൾ അവർ അയാളെ സ്വാധീനിച്ചു. പക്ഷേ ഈ സേനാപതിയും ശങ്കർ കൂടി പറയുന്ന ആള് അതാരാണ് സാറേ? എന്താണ് അയാൾക്ക് എന്നോടുള്ള വൈരാഗ്യത്തിനും പകയ്ക്കുമുള്ള കാരണം? അതിനുത്തരം താൻ തന്നെ കണ്ടുപിടിക്കണം നന്ദ. എന്തായാലും തന്റെയും തന്റെ കുടുംബത്തിന്റെയും പിന്നാലെ ഇപ്പോഴും അവരുണ്ടെന്ന് ഉറപ്പായി. ശങ്കറിനെ ഇവിടുന്ന് ആട്ടിയിറക്കിയതിനാൽ ഇനി അയാളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ശക്തിയോടെയായിരിക്കും ഓരോ നീക്കവും ഉണ്ടാവുക.